രണ്ടുപേരും നോക്കണം. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു കാര്യം അവിടെ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷം എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സാപ്പ് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും ഇഫ് യു എനിക്ക് തല എൻ്റെ കൊച്ചാണ് സത്യം ദഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അഹാനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി എന്തൊക്കെയാ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. ഭയങ്കര മെച്യൂരിറ്റിയുള്ള പെണ്ണ് അഹാന. അതായത് ഓരോ പെൺകുട്ടികളെയും നമ്മൾ വ്യക്തമായിട്ടാണ് വളർത്തുന്നത്. അവരുടെ ജീവിത ശൈലിയാണ്, ഞങ്ങളുടെ വളർത്തിന്റെ ഗുണങ്ങളാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെ 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 ഔഷധ ഗുണമുള്ള, എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആയുർവേദശാല എടുത്ത് വെച്ച് ഔഷധ ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അഹാന വന്നിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. എസ്പെഷ്യലി എൻ്റെ അമ്മ, അതായത് സിന്ധു അമ്മയെക്കുറിച്ച് പല നെഗറ്റിവിറ്റികളും അവിടെ പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ സംസാരിച്ചേ കഴിയൂ എന്ന രീതിയിൽ വന്നിരുന്നൊരു വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒരു സൈഡിൽ കൂടെ വൈറ്റ് വാഷ് അടിച്ചിട്ടങ്ങ് പോയതാ. എന്നാൽ ഇപ്പം അങ്ങനെ അല്ല, കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് തൻവി ഒരു വീഡിയോ ഇട്ട്. പക്ഷെ ഇപ്പം ആ വീഡിയോ പ്രൊഫൈലിൽ കാണാൻ പറ്റത്തില്ല. കാണണമെന്ന് ആഗ്രഹമുള്ളൂ ഇവിടെ കുത്തിയിരിക്കുക. ഈ വീഡിയോയ്ക്കകത്ത് തൻവിക്കകത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് അത് കാണിക്കാം. ആ വീഡിയോയിൽ തൻവി പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് ഇവരുടെ അമ്മുമ്മ പറയുന്നുണ്ട്. അഹാന എന്നെ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഏതായിരുന്നു അവരുടെ സ്വഭാവം, സിന്ധു എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്, വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മേ ബി പ്രഷർ വീണ് കാണും. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടി അത് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ തൻവി അതങ്ങ് മാറ്റി പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി. ഇപ്പം നിങ്ങൾക്ക് എന്താർക്കും പോയി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയത്തില്ല. അതാണ് ഉണ്ടായിരിക്കുന്ന കാര്യം. നമുക്ക് ആദ്യമേ അമ്മുമ്മ പറഞ്ഞിടം തൊട്ട് തൻവിക്ക് പറയാനുള്ള അവരുടെ കാര്യം എന്തോന്നും കേട്ടതിന് ശേഷം നിങ്ങൾ അവരുടെ വ്ളോഗിലോട്ടൊന്ന് പോയി ഒന്ന് സംസാരിച്ചേക്കണേ. എന്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. എന്തോ അമ്മ ഈ കേൾക്കുന്നേ? അമ്മ ഇങ്ങനെയൊക്കെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയൊരു കുടുംബസ്ഥയായിട്ടും ഒരു അണുകുടുംബം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യാം, എങ്ങനെയാണ് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്, മാതാപിതാക്കൾ തിരിച്ചെങ്ങനെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്, അവർക്ക് ഫ്രീഡം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാണെന്ന് പല വ്ലോഗുകളിലൂടെ കാണിച്ചു തന്നൊരു വ്യക്തി സ്വന്തം അമ്മുമ്മയെ വിളിച്ചുകൊണ്ടിരുന്നതും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതും മറ്റേ രീതിയിൽ. ആലോചിച്ചു നോക്കെ, ഈ കാണുന്ന എല്ലാം ഫേക്കാടാ, എല്ലാവരും ഫേക്കാ. പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അതായത് അമ്മുമ്മയോട് പറയോ, ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കത്തില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുമെന്ന്. കൃഷ്ണകുമാർ സാർ ബലേ ബേഷ്. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. ഇപ്പോഴാണ് എനിക്ക് അഹാന പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. എല്ലാ 2 മാസം കൂടുമ്പോഴും എൻ്റെ അമ്മയെ തെറി വിളിച്ചുകൊണ്ട് ഓരോ വീഡിയോകൾ വരുമെന്ന്.
സത്യമല്ലേ? വിളിക്കേണ്ട കാര്യം ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാർ വിളിക്കുന്നത്, അല്ലാതെ ഇപ്പൊ എന്തുവാ? അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു പാവം അമ്മൂമ്മയെ നിങ്ങൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ തന്നെ ഒരു ഹോം നേഴ്സിനെ വിടും, ആ ഹോം നേഴ്സിനെ കൊണ്ട് അമ്മൂമ്മയെ ദ്രോഹിപ്പിക്കുന്നു. അതായത് ഞങ്ങളെ കൊണ്ട് ദ്രോഹിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല, ഒരു അവസരം കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ വന്ന് ദ്രോഹിപ്പിച്ചോളൂ എന്ന്. എന്തുവായാലും ഇതിനൊരു മറു ഉത്തരവായിട്ട് വരണം കേട്ടോ. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, കെ ഫാമിലി ഉറപ്പായിട്ടും വരണം, വരാതിരിക്കല്ലേ. ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മ പറഞ്ഞാൽ ഞാൻ ഇത് ഒരാഴ്ച എങ്ങനെ എൻ്റെ പ്രൊഫൈൽ ഇടത്തുള്ളൂ, ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, എനിക്കിതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല മോളെ, ഇടണം. കാരണം ഈ ആരോപണം മൊത്തം നിന്നെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നീ ഇത് ക്ലിയർ ചെയ്യണമെന്ന് ഇപ്പം ഞാൻ പറയും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്യണത്. കാരണം എന്തറിയോ, നിങ്ങൾ ഭയങ്കര കുടുംബത്തിൻ്റെ ഒരു ബന്ധങ്ങളും റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്തൊക്കെയാണെന്നൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കും, അല്ലെങ്കിൽ അതുപോലൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തികളല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരു ജനങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ കുടുംബത്തിലോ ചിലപ്പോൾ അവർ നോക്കാതെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് പോലും ഈ രീതിയിൽ പെരുമാറാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ ഇമാതിരി പെരുമാറ്റമൊക്കെ കാണിച്ചിട്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങളൊന്നും വളച്ചൊടിച്ച് കൊണ്ടുവരല്ലേ. ഫോൺ ചെയ്യുമോ, ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നോറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അതുകൊണ്ട് കഥ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം. സിബി, സിന്ധു ഈ അമ്മയുടെ 2 മക്കളും. അതിനകത്ത് സിബിയുടെ മകളാണ് തൻവി, സിന്ധുവിൻ്റെ മകളാണ് മറ്റേ അംഗനവാടി കണക്ക് പിള്ളേർ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇവരുടെ അച്ഛൻ മരിച്ചുപോയി, അതായത് സിബിയുടെ ഭർത്താവ്, അതായത് ഈ തൻവിയുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചുപോയതിനു ശേഷം അമ്മ വേറെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത്. പക്ഷെ എക്സ്പെഷ്യലി ആ അമ്മ, അതായത് ഈ സിബി എന്ന് പറയുന്ന വ്യക്തി ഈ തൻവിയെ നോക്കിയിട്ടില്ല, തൻവിയെ ട്രീറ്റ് ചെയ്തിട്ടില്ല, തൻവിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. തൻവി ഏതാണ്ട് 5ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടായിരിക്കുന്നു അവർക്ക് ഈ ട്രാജഡി ഉണ്ടായത്. എന്നെ നോക്കിയിട്ടില്ല എന്ന് തന്നെ ആ പെണ്ണ് പറയുന്നത്. നോക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടാണ് ഈ പെങ്കൊച്ചിനെ വളർത്തി ഈ രീതിയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ആ പെങ്കൊച്ചിന് തിരിച്ചതുപോലുള്ളൊരു ആത്മാർത്ഥത ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഈ സാധനം കാണുമ്പോൾ. അപ്പം അമ്മ അവസരവാദിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പുറമേ കാണുന്ന പടലങ്ങളൊന്നും അല്ല തോല്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്, ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു.
അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് എല്ലാം അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ. എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല. ഇതാണ് കൃഷ്ണകുമാർ ഫാമിലി, എക്സ്പെഷ്യലി അഹാന ഈ കുടുംബത്തോടും അല്ലെങ്കിൽ ഈ അമ്മൂമ്മയോട് ചെയ്തു വരുന്നൊരു കാര്യം. ഇതിലും ഭേദം ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും വൃദ്ധസദനത്തിലോട്ടങ്ങ് ആക്കിയാൽ മതിയായിരുന്നു. കൂടുതൽ ഡെക്കറേഷനൊന്നും ഇതിനകത്ത് വേണ്ടായിരുന്നു. മാസം മാസം പൈസ ഞാൻ അവരെ നോക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്നു എന്നെങ്കിലും പറയായിരുന്നു. അല്ലാതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഹാന പറഞ്ഞ ഒരു കാര്യം, 2 മാസം കൂടുമ്പോൾ എൻ്റെ അമ്മയെ തെറി വിളിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീണ്ടും മുന്നോട്ട് വരുന്നത്. ഞാനപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ചിരിച്ചായിരുന്നു. ഇപ്പോഴും ഞാൻ ചിരിക്കുക. കാരണം കാര്യമുള്ളത് കൊണ്ടാണ് ആൾക്കാർ തെറി വിളിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ ഇവരുടെ കുടുംബത്തിന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹെഡ് വെയിറ്റ് ആൻഡ് സ്പെഷ്യൽ ഈഗോ ഉണ്ടായിരുന്നു. ആ ഒരു സാധനം ഇതോടുകൂടി നിലംപരിശായി വീരുന്നതായി എനിക്ക് മനസ്സിലാവുന്നത്. ഇനി തൻവിക്കിനത് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാണ് അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ എണ്ണിട്ടില്ല. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ചൊരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് തളം എൻ്റെ കൊച്ചാണ് സത്യം അഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അഹാനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അഹാന ഒരു സംഭവം തന്നെ കേട്ടോ. അടുത്തൊരു ക്ലിപ്പ് കാണിച്ചു തരാം ഞാൻ. പക്ഷെ ഞാൻ അമ്മൂമ്മയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ അമ്മൂമ്മയോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കുമായിട്ട്. ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ പിന്നെ അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദിയോട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മൂമ്മയും സിന്ധുമ്മയും വേറെ ആരും ആയിട്ട് അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ അടിയായി. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മൂമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുമ്മയുടെ ഫാമിലിയായിട്ട് ഞാനായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ. അപ്പോൾ ഇവർ അപ്പൂപ്പന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അമ്മൂമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നു. മോളെ എന്തൊക്കെ കറക്കി തിരിച്ചെന്ന് പറഞ്ഞാലും ഇപ്പം നീ ഇതുപോലൊരു വീഡിയോ ആയിട്ട് മുന്നിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിച്ച സാധനം എന്തുവാണെന്ന് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്ക് മനസ്സിലായി. അവർ മനസ്സിലായതുകൊണ്ടാണല്ലോ ഒരു 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അഹാന ഇടാനുണ്ടായ സാഹചര്യം. അങ്ങനെ ഒരു വീഡിയോ വന്നതുകൊണ്ടാണല്ലോ നീ അതിനൊരു വീഡിയോ ആയിട്ട് ഒരു നീല ഡ്രസ്സ് ഇട്ടുകൊണ്ടൊരു വീഡിയോ വന്നത്. അപ്പം അതിനകത്ത് എല്ലാം കാര്യമുള്ളത് കൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇതുപോലുള്ള എക്സ്പ്ലനേഷൻ വന്ന് ഇടുകയും അതിനകത്ത് അമ്മൂമ്മയ്ക്ക് പറയാനുള്ള വോയിസ് ക്ലിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡ് ഉൾപ്പെടെ എടുത്തു വെച്ച് അഹാന നിനക്ക് അയച്ചിട്ടുള്ള ചാറ്റുകൾ വരെ എടുത്തു വെച്ചിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയും അപ്പോൾ അതൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പം നീ ആ വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതും. അപ്പം ജനങ്ങളാണോ ഇത് മാറ്റിയത്? കാണുന്ന ആൾക്കാരാണോ ഇതിന് മാറ്റം ഉണ്ടാക്കിയത്? അല്ല, നീ ഉദ്ദേശിച്ച സാധനം ഹിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വ്യക്തമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട്
ഇങ്ങനെ എൻ്റെ അച്ഛനും വരെ ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടും തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാകത്തില്ല. ഒരു കൊച്ചായിട്ടൊരു ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അപ്പം ഇതാണ് തൻവിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വ്യക്തമായിട്ട് ആ പെണ്ണിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന ആരാ? ഈ ഒരു പുറമെ നല്ലതാണ്, ഔഷധ ഗുണമുണ്ട് എന്ന് കാണിച്ചിട്ട് അകത്തൊരു ഔഷധ ഗുണമില്ലാത്ത വെറും വേസ്റ്റ് സാധനങ്ങളാണെന്നുള്ളത് എന്തായാലും കാലമായിട്ട് തന്നെ തെളിയിച്ചതാ. ഇവരുടെ മുഖംമൂടി എന്താണെന്നും ഇവരുടെ സ്വഭാവം എന്തുവാണെന്നും ഇവരുടെ ജീവിത രീതി എന്തുവാണെന്നും അഴിച്ചിടാനും കാണിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തോട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ ഉണ്ടായത്. ചെറിയ കാര്യം വല്ലതും ആണോ? അപ്പം എന്തായാലും വീഡിയോ ഇപ്പം ഇല്ല കേട്ടോ, അത് മുക്കി വീഡിയോ കളഞ്ഞ്. ഇപ്പം ആ പെണ്ണ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുമായിരിക്കില്ലേ. അപ്പം